ഈ ദുരന്തത്തിൽ അബ്ദുൾ മജീദ് മാഷും ഭാര്യ റുക്കിയയും മരണപ്പെട്ടു. ഇരുവരുടെയും ഖബറടക്കം മാട്ടത്തെ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ പൂർത്തിയായിട്ടുണ്ട്. മാഷിൻ്റെ വീടാണ് പുറകിലായി കാണുന്നത്. ഈ നോമ്പ് കാലത്തിന് തൊട്ട് മുൻപ്, പെരുന്നാളിന് തൊട്ട് മുൻപാണ് വീടിൻ്റെ കയറി താമസം നടത്തിയിരുന്നത്. അതിൽ മാഷെ സംബന്ധിച്ച് മജീദ് മാഷിന് ഇരു കണ്ണുകൾക്കും കാഴ്ച 90% മുകളിൽ ഇല്ല എന്നതാണ്. അപ്പോൾ ഭാര്യ റുക്കിയയാണ് മാഷോടൊപ്പം കൈചേർന്നെപ്പോഴും നടന്നിരുന്നത്. അങ്ങനെ ഈ വിനോദയാത്രയിലും മാഷിക്കൊപ്പം കൈകോർത്ത് നടന്നതാണ് ഭാര്യ റുക്കിയ. അങ്ങനെ അപകടമുണ്ടായാണ് 2 പേർക്കും ജീവൻ നഷ്ടമായത്. ഏത് ടൈമിനും അവരുടെ കൂടെ അവരുടെ ഭാര്യ ഫുൾ ടൈമും മാഷ കെയർ ചെയ്തുകൊണ്ടും അവരൊരു സിസ്റ്ററുണ്ട്, അവരെ കെയർ ചെയ്തുകൊണ്ടും മാഷ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. ഇവർ നല്ല ഒരു ഫാമിലി തന്നെയായിരുന്നു. അവർ ഭയങ്കര വിഷമമുണ്ട് ഈ കാര്യത്തിൽ സംഭവിച്ചില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. 2 പേര് എവിടേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, ഇവരിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ റോട്ടിലൂടെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2 പേരും ഒരുമിച്ച് എപ്പോഴും അവരെ കൈ പിടിച്ചിട്ട് അവരുടെ വൈഫ് റുക്കിയ കൂടെ ഉണ്ടാവും. അവരില്ലാതെ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കാഴ്ചൻ്റെ പ്രശ്നങ്ങളുണ്ടല്ലോ. എപ്പോൾ നോക്കുമ്പോൾ അവർ ഒരുമിച്ചാണ് പുറത്തേക്ക് നമ്മൾ കാണാറുള്ളത്. മജീദ് മാഷിൻ്റെ സഹോദരിമാർക്ക് കാഴ്ച ഇല്ലെന്ന് പറഞ്ഞല്ലോ. എത്ര പേർക്ക് അങ്ങനെ? 2 പേർക്ക്. ഒരാൾ ടീച്ചറായിട്ടാണ് ഉണ്ട്, മൂപ്പര താഴുള്ളത്. ഒരാൾക്ക് പിന്നെ തീരെ കാഴ്ചശക്തി ഇല്ല. പിന്നെ ബാക്കിയുള്ള 2-3 ആൾക്കാർക്കൊന്നും ഇല്ല, കുഴപ്പങ്ങളില്ല. ഭയങ്കര സങ്കടമായി. മക്കളുമില്ല. മക്കളുമില്ല. ഈ സ്കൂളിലെ എല്ലാ കുട്ടികളോടും നിങ്ങൾ എൻ്റെ മക്കളാണ് എന്ന രീതിയിലാണ് മാഷ് പറഞ്ഞത്. അവർ കണ്ടില്ല. ഇപ്പോൾ നമ്മൾ അവിടെ തന്നെ കണ്ടില്ല, കുട്ടികളൊക്കെ ഒരുപാട് കരഞ്ഞ് കണ്ട മാഷെടുത്ത് മുഖം കണ്ടിട്ട് തന്നെ കരഞ്ഞു പോകണ കുട്ടികളെ നമ്മളവിടെ കണ്ടല്ലോ. എന്നാലും ഭയങ്കര വിഷമം ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കും. ഇപ്പോൾ അവിടെ ഇവർ വന്ന് സെറ്റായിട്ടുള്ള ഇപ്പോൾ ഹൗസ്വാമിയൊക്കെ ഞങ്ങളൊക്കെ പങ്കെടുത്താണ് ഇവിടെ ഇവരുടെ പരിപാടിക്കൊക്കെ. പക്ഷെ എന്താ ചെയ്യുക, നമ്മൾ ദൈവത്തിൻ്റെ നമുക്കൊരിക്കലും തിരുത്താൻ കഴിയില്ലോ. അവർക്ക് നിശ്ചയിച്ചൊരു ടൈമുണ്ട്. എന്താ ചെയ്യുക. റുഖിയ ഭാര്യയാവട്ടെ ഈ കാഴ്ചശക്തിയില്ലാത്ത മാഷെ കൈപിടിച്ച് ഓരോ സമയത്തും ചേർത്ത് നിർത്തിയാണ് മുന്നോട്ട് നയിച്ചിരുന്നത്. അങ്ങനെയാണ് വിനോദയാത്രയിൽ റുഖിയ ഒരുമിച്ച് പോകുന്നതും. അപ്പോൾ ഇരുവർക്കും മക്കളില്ല. പക്ഷെ ആ സ്കൂളിലെ ഓരോ കുട്ടികളെയും ഓരോ കുരുന്നുകളെയും സ്വന്തം മക്കളെന്ന വണ്ണമാണ് അബ്ദുൾ മജീദ് മാഷ് നോക്കിയിരുന്നതും പഠിപ്പിച്ചിരുന്നതും.